ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു വിദ്യാസ് റസോയ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ്. നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഓറഞ്ച് വെച്ചിട്ട്. അപ്പോൾ ഓറഞ്ച് വെച്ചിട്ടല്ല ചെയ്യുന്നത്, ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ട് ഓറഞ്ച് എടുത്തിട്ട് നമുക്ക് ജ്യൂസ് കുടിക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പീല് നമ്മൾ കളയരുത്. അത് നമുക്ക് ഓറഞ്ച് ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് പൊടിച്ച് പൗഡറാക്കി വെക്കാമെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഏറ്റവും സൂപ്പറാണ്. അപ്പം ഞാൻ അതിൻ്റെ പീലെടുത്ത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നിന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ടെറസിലേക്ക് കൊണ്ടുപോവാണ്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. വാഷ് ചെയ്ത് തന്നെ എടുക്കണം. എവിടെ നിന്നൊക്കെ വരുന്നതാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ശിവയും കൂടെ എൻ്റെ കൂടെ വരുന്നുണ്ട് ഇതുകൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾക്ക് ബിഗ് ബ്രേക്ക് ആയിരുന്നു ഇപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ വരും ഇടയ്ക്കിടയ്ക്കൊക്കെ ഓടി. ഇപ്പോൾ സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഫുൾ ടൈം വീട്ടിലുണ്ടല്ലോ രണ്ടാളും. ഒരാളിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവൾക്കൂടെ വെയിറ്റ് ചെയ്യാം ഞങ്ങളിവിടെ. ഇപ്പം കഴിഞ്ഞു വരും. അതാ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിത് കൊണ്ട് പോവുകയാണ് മണ്ടയ്ക്കോട്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്നൊന്ന് വെയിൽ കൊള്ളിക്കട്ടെ കേട്ടോ. ഒരു 2-3 ഡേയ്സ് ഒന്ന് വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് ഡ്രൈ ആയി കിട്ടും. എപ്പോഴും നമ്മുടെ സ്കിന്ന് നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം, ഓയിൽ കുറയ്ക്കണം. പിന്നാണെങ്കിൽ ഇതുപോലെ തന്നെ സ്പൈസ് എരിവൊക്കെ നന്നായിട്ട് കുറച്ച് ഉപയോഗിക്കാമെങ്കിൽ സ്കിന്ന് നല്ലതാകും. പിന്നെ ആണെങ്കിൽ ഒരു ഏജ് കഴിയുമ്പോൾ ഒരു 25 ഏജ് തൊട്ട് നല്ലതായിട്ട് കെയർ ചെയ്യണം നമ്മൾ സ്കിന്നിനെ. സമയമുള്ളവരെ ഇങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കെയർ ചെയ്യണം. അല്ലാത്തവരാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെല്ലാം മാർക്കറ്റിൽ കിട്ടും, പല ടൈപ്പിലുള്ള നമ്മുടെ ഫേസ് പാക്കുകളൊക്കെ കിട്ടും. എന്തെങ്കിലും നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യണം. ഇതൊക്കെ ആകുമ്പോഴത്തേക്കിന് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി ഉപയോഗിച്ചാലും ഒരു പ്രശ്നങ്ങളും നമുക്കുണ്ടാകത്തില്ല. ഇത് ഡ്രൈ ആയി നന്നായിട്ട് ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് മിക്സ് ചെയ്ത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുന്നതും കാണാം. ഇതിപ്പോൾ ആണെങ്കിൽ ഞാനൊരു 1 മന്തിലേക്കൊക്കെ എനിക്കിത് ധാരാളം ഇത് മതി. ഇതുപോലെ തന്നെ ഓറഞ്ച് എപ്പോൾ കിട്ടുന്നു അപ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ ഓയിലാക്കി വെക്കും. അപ്പം കുട്ടികൾക്കൊക്കെ പുരട്ടാം. അപ്പോൾ എനിക്കാണെങ്കിലും അപ്പോൾ ഇത് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് തൈരും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഫുൾ ബോഡി സ്ക്രബ്ബ് പോലെ നമുക്ക് യൂസ് ചെയ്യാം. ഒരു ഫേസ് പാക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ഇത് കുഴപ്പമില്ല. ഓറഞ്ചിൻ്റെ ഒരു ബെനിഫിറ്റിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഓറഞ്ച് വൈറ്റമിൻ സി ആണ് മൊത്തം. അപ്പം നമ്മളത് ഓറഞ്ച് ഡെയിലി കഴിക്കുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നമ്മൾ ഓറഞ്ചും ലെമണും ഒക്കെ എല്ലാവരും കഴിക്കുമായിരുന്നു. എന്നിട്ട് പോരാഞ്ഞിട്ട് സപ്ലിമെൻ്റായിട്ട് നമ്മൾ വൈറ്റമിൻ സി ടാബ്ലറ്റൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പല ടൈപ്പിൽ ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ വൈറ്റമിൻ സിയുടെ ഗുളികകളൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനാണെങ്കിലും സ്കിന്ന് നല്ല അടിപൊളിയാകും. അപ്പം നമ്മൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്ത് ഇത് ഹണിയിൽ മിക്സ് ചെയ്യുക. ഇല്ലെങ്കിൽ നമുക്ക് തൈരിലോ അല്ലെങ്കിൽ വെറും വാട്ടറിലായാലും കുഴപ്പമില്ല. അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിത് പുരട്ടുക. എന്നിട്ട് ഇത് പുരട്ടിയിട്ട് അധികം സമയം സംസാരിക്കുകയൊന്നും വേണ്ട. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ നന്നായിട്ട് കുളിക്കുന്ന ടൈമിൽ ഇത് പുരട്ടിയാൽ മതി. അപ്പോൾ എന്നിട്ട് കുളിച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് പുരട്ടുന്ന ദിവസം നമ്മൾ സോപ്പൊന്നും പ്രത്യേകിച്ച് ഫേസിലൊന്നും അല്ലെങ്കിൽ ഫേസ് വാഷോ ഒന്നും തന്നെ നമ്മൾ ഫേസിലൊന്നും അപ്ലൈ ചെയ്യരുത്. ഇപ്പോൾ ബോഡിയിൽ ഫുള്ളാണെങ്കിൽ അതിന് നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അപ്പം ഞാനൊരു ബ്യൂട്ടി ടിപ്സൊന്നും പറഞ്ഞു തരാനായിട്ടുള്ള ആളൊന്നും അല്ല. പക്ഷേ ഞാൻ ഉപയോഗിച്ച് നന്നായിട്ടുള്ള റിസൾട്ട് കണ്ടത് മാത്രമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം അടിപൊളി വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരത്തേക്കും എല്ലാവർക്കും ബൈ ബൈ.